ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. കൊച്ചമ്മണി പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാജുവിനോട് പറയുക, രാജുമോൻ എന്നെ തെറ്റിദ്ധരിച്ചാലോ വഴക്ക് പറഞ്ഞാലോ എനിക്ക് സഹിക്കത്തില്ല മോനെ. കൊച്ചമ്മണിയുടെ ആ കരച്ചിൽ കണ്ടിട്ട് പെട്ടെന്ന് രാജു പറയുക, അയ്യോ അളിയൻ്റെ അമ്മ കരയല്ലേ. കൊച്ചമ്മണിക്ക് മനസ്സിലായി, ഈ പൊട്ടനെ വീഴ്ത്താൻ ഇത് തന്നെ മതി, ഈ അഭിനയം തന്നെ അങ്ങോട്ട് തുടരാം. അളിയൻ്റെ അമ്മ കരയല്ലേ. ഈ ബെഡ്റൂമിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒളിച്ചു വന്ന് നിന്നപ്പോൾ അത് കണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പോട്ടളിയൻ്റെ അമ്മേ, സാരമില്ല, അത് അളിയൻ്റെ അമ്മയെ അങ്ങ് മറന്നേക്ക്. എന്നാലേ എൻ്റെ രാജുമോനോട് ഈ കൊച്ചമ്മണി ഒരു കാര്യം പറയട്ടെ. ഞാനത് പറഞ്ഞു കഴിയുമ്പോഴേ മോനെ ഈ അളിയൻ്റെ അമ്മയോട് ദേഷ്യമൊന്നും തോന്നരുത്. അളിയൻ്റെ അമ്മ പറഞ്ഞോ, അതിന് ഇത്ര മുഖവരെയൊന്നും വേണ്ട, എന്താന്ന് വെച്ചാൽ അളിയൻ്റെ അമ്മേ. ഒരു ഗത്യന്തരം ഇല്ലാത്തത് കൊണ്ടാണ് മോനെ ഞാനതങ്ങ് പറയുന്നത്. അതായത് മോൻ്റെ ഭാര്യയുടെ ഈ പോക്കുണ്ടല്ലോ, അതൊട്ടും ശരിയുള്ള കാര്യമല്ല. അത് കേട്ട് രാജുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആഹാ, തള്ളയപ്പം വേറെ റൂട്ടും കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. ദാണ്ടേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലേ അത് ഞങ്ങളങ്ങ് പരിഹരിച്ചോളാം. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, മേലാൽ ഞങ്ങളുടെ കാര്യത്തിനകത്ത് ഇടപെടാൻ വന്നേക്കരുത്. രാജുവിനെ ഒന്ന് വരുതിയിലാക്കാമെന്ന് കരുതിയാ കൊച്ചമ്മണി കരഞ്ഞ് അഭിനയിച്ചൊക്കെ നോക്കിയത്. പക്ഷെ പണി ചീറ്റിപ്പോയി. കൊച്ചമ്മണി വീണ്ടും കരഞ്ഞുകൊണ്ട്, രാജുമോനെ അയ്യോ ഞാൻ പറഞ്ഞെന്നേ ഉള്ളു. അപ്പോഴങ്ങോട്ട് ഋതിക വരുന്നുണ്ട്. ഋതിക രാജുവിനെയും കൊച്ചമ്മണിയെയും ശ്രദ്ധിക്കുന്നു. എന്തോ കാര്യമായ ചർച്ചയിലാണല്ലോ എന്ന് ഋതികയ്ക്ക് മനസ്സിലായി. ഋതികയെ കണ്ടതും പെട്ടെന്ന് കൊച്ചമ്മണി പേടിച്ചു. അവിടെ കിടന്ന ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട്, ദാണ്ടരാധമ്മേ ബാസ്ക്കറ്റ് എന്നും പറഞ്ഞ് ബാസ്ക്കറ്റും എടുത്തുകൊണ്ട് പെട്ടെന്ന് ഓടി അങ്ങ് പോവുകയാണ്. ഋതിക വന്നിട്ട് രാജുവിനോട് ചോദിക്കുന്നു, അല്ല രാജു ഇതവിടെ പോവാ? അത് ഞാൻ കട വരെ പോവാ. ഈ സമയത്തോ? ഇപ്പോൾ എന്തിനാ കടയിൽ പോകുന്നത്? അത് കേട്ട് രാജു പറയാം, അതെ എൻ്റെ സമാധാനം തീർന്നു, ഞാൻ കടയിൽ പോയി 1-2 പാക്കറ്റ് സമാധാനം വാങ്ങിക്കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് രാജു അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. കൊച്ചമ്മണി താഴെ വന്ന് വിചാരിക്കുമോ, ചേടാ പോകണ്ടായിരുന്നു, അങ്ങോട്ട് ഒന്നും സംസാരിക്കണ്ടായിരുന്നു. കൊച്ചമ്മണി അവിടെ നിൽക്കുന്ന കണ്ടുകൊണ്ട് രാജു അങ്ങോട്ട് വന്നിട്ട് ദേഷ്യത്തോടെ കൊച്ചമ്മണി ഒന്ന് നോക്കിയിട്ട് അവിടെ ഇരുന്ന ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് രാജു അങ്ങ് പോവുകയാണ്. കൊച്ചമ്മണിയുടെ അടുത്തോട്ട് ഋതിക വന്ന് ചോദിക്കുന്നു, അല്ല അട്ടക്കുളങ്ങരയിലെ വനിതാ ജയിൽ വലിയ ഇഷ്ടമാണല്ലേ? അയ്യോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഋതിക മോളെ. ഋതിക ദേഷ്യത്തോടെ തന്നെ പറയുന്നു. അപ്പോൾ പത്തി വിരിച്ച് നാടാൻ തുടങ്ങിയതോ? 2 കൈയും എടുത്ത് തൊഴുതിട്ട് നമ്മുടെ കൊച്ചമ്മണി പറയുക, അയ്യോ ഞാൻ മേഡത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയേ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ, ഞാൻ എല്ലാം കാണുന്നുണ്ട്, പഴയ കേസുണ്ടല്ലോ അതൊന്നും ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല എന്നിങ്ങനെ ദേഷ്യത്തോടെ ഋതിക കൊച്ചമ്മണിയോട് പറഞ്ഞിട്ട് ഋതിയെ അകത്തോട്ട് കയറി പോവുകയാണ്. ഈ സമയത്ത് ദീപക്കും സാന്ദ്രയും കൂടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. എങ്ങനെയെങ്കിലും സാന്ദ്രയെ തൻ്റെ വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടി അവൻ പഠിച്ച പണികളെല്ലാം അവിടെ പയറ്റി നോക്കുവാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നാണ് MBA എടുത്തത്, ഗോൾഡ് മെഡലോടുകൂടിയാണ് ഞാൻ പാസ്സായത്. ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് ജോലി വിളിച്ചു തന്നതാ, ഞാനത് വേണ്ടാന്നും പറഞ്ഞ് റിജക്റ്റ് ചെയ്തതാ. എനിക്ക് ആ സമയത്ത് സ്റ്റേറ്റ്സ് ആയിരുന്നു കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ അങ്ങനെ സ്റ്റേറ്റ്സിൽ പോയി വർക്ക് ചെയ്തു. സാന്ദ്ര ഇതൊക്കെ കേട്ടിട്ട് ചോദിക്കുന്നു, സ്റ്റേറ്റ്സിൽ എവിടെയായിരുന്നു? അത് ഞാൻ ആദ്യം ന്യൂയോർക്കിൽ, പിന്നെ ചിക്കാഗോയിൽ. അത് കേട്ടിട്ട് സാന്ദ്ര ചോദിക്കുന്നു, അല്ല പിന്നെന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അത് ബോറിങ് സാന്ദ്രയെ, ബോറടിച്ച് സഹി കെട്ടപ്പോൾ ഞാൻ ഇങ്ങോട്ടിങ്ങ് പോന്നു. കോടാനുകോടികളുടെ ബിസിനസ് സാമ്രാജ്യമായി അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ, പിന്നെ ഇതൊക്കെ നോക്കി നടത്താൻ ആരെങ്കിലും വേണ്ടേ? അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാനിങ്ങ് പോകുന്നത്. അമ്മ എന്നെ തിരികെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് സാന്ദ്രയ്ക്ക് അറിയണോ? എന്നെ കല്യാണം കഴിപ്പിക്കാനാ. അപ്പോൾ സാന്ദ്ര ഒരു ചെറിയ പുഞ്ചിരിയും നാണത്തോടെ ചോദിക്കുന്നു, കല്യാണപ്രായമൊക്കെ ആയില്ലേ, പിന്നെ എന്താ കല്യാണം കഴിക്കാത്തത്? എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി അമ്മ ആലോചിച്ച പെണ്ണാരാണെന്ന് അറിയണ്ടേ? അവളാ ആ ഋതിക. അയ്യോ അത് സാറിൻ്റെ മുറപ്പെണ്ണല്ലേ ഋതിക മേഡം? അതെ മുറപ്പെണ്ണൊക്കെയാ. എനിക്ക് അവളെ ഇഷ്ടമല്ല. അവളെ ഭയങ്കര സ്നേഹവും പ്രേമവും അഭിനയിച്ചുകൊണ്ട് എൻ്റെ പുറകെ നടക്കുമായിരുന്നു. ഞാൻ അവളെ ആട്ടി ഓടിച്ചതാ. അയ്യോ അതെന്തിനാ ദീപക് സാറേ? അതെ എനിക്ക് ഈ വെള്ളക്കൊക്കുകളൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. സാന്ദ്രയെ നോക്കിക്കൊണ്ട് ദീപക് പറയുക, ദേ ഇതുപോലെ ആയിരിക്കണം എൻ്റെ ഭാവി വധു. ഇതേ ചിരി, ഇതേ മൂവ്മെൻറ്റ്. എനിക്ക് സാന്ദ്രയെ കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് സാന്ദ്രയോട് പ്രണയം തോന്നി. ദീപക് അങ്ങനെ പറഞ്ഞത് കേട്ട് സാന്ദ്ര ഇങ്ങനെ നാണത്തോടെ പുഞ്ചിരിച്ച് നിൽക്കുവാണ്. ഞാൻ സാന്ദ്രയെ പ്രണയിക്കുന്നു. സാന്ദ്ര ഇനി എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ കൂടെ ഞാൻ സാന്ദ്രയെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പെട്ടെന്ന് ദീപക്കിന് ഓർമ്മ വരുവാണ്, ഇത് തന്നെയല്ലേ കൺട്രി ദിവ്യയോട് അന്ന് രാത്രി ഞാൻ ഈ ഡയലോഗ് പറഞ്ഞത്?
ദീപക് ചിരിച്ചോണ്ട് സാന്ദ്രയുടെ അടുത്തോട്ട് വന്നിട്ട് പറയുക, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എന്നെ ഇഷ്ടമല്ലെന്ന് മാത്രം പറയല്ലേ സാന്ദ്രേ, എന്നെ ഇഷ്ടമാണെന്ന് പറ സാന്ദ്ര എന്നിങ്ങനെ പറയുമ്പോൾ ദീപക്കിൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. ഓ ശല്യം, സ്വർഗത്തിലെ കട്ടുറുമ്പ്, ഈ അമ്മയാണല്ലോ ഈ സമയത്ത് ഫോൺ ചെയ്തത്. സാന്ദ്രേ അമ്മയാ, ഞാൻ ഈ ഫോൺ കോളൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ എന്നും പറഞ്ഞ് ദീപക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുവാണ്. എടാ എന്താടാ നീ എന്നെ അപ്പോപ്പോ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് വിളിക്കാഞ്ഞത്? അവിടെ അച്ഛനും മകളുടെ കണ്ടായിരുന്നോ? അവരടിച്ച് പിരിഞ്ഞോടാ. അയ്യോ എൻ്റെ അമ്മേ, ആ പ്ലാനിങ് ഉണ്ടല്ലോ 16 നിലയെ പൊട്ടിപ്പോയി. വലിയ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെ നിന്ന് അംബികയ്ക്കൊരു വല്ലാത്ത അടിയായിപ്പോയി. എടാ എന്താടാ അപ്പം പറ്റിയത്? അമ്മ അതൊക്കെ ഞാൻ വിശദമായിട്ട് വീട്ടിൽ വന്നിട്ട് പറയാം. ഞാനേ ഇപ്പം സാന്ദ്രയെ വളച്ചോണ്ടിരിക്കുക. സാന്ദ്രയെ വളച്ചോണ്ടിരിക്കുന്നു? എന്താടാ നീ പറയുന്നത്? അയ്യോ എൻ്റെ അമ്മ കരുതുന്ന പോലെയൊന്നുമല്ല. അവളെ ഞാൻ പ്രണയിക്കുന്ന പോലെ അഭിനയിക്കുക. ആ അഭിനയത്തിൽ അവളെ വീഴ്ത്തിയെങ്കിൽ മാത്രമേ ഹൃതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് കേട്ടിട്ട് അംബിക പറയാ, സംഗതിയൊക്കെ കൊള്ളാം, പക്ഷേ പ്രണയം ആക്ടിങ്ങിൽ മാത്രമേ ആകാവൂ. ഒരു കൊച്ചിനെയും ചുമന്നുകൊണ്ടേ ആ ദിവ്യ ഉണ്ടല്ലോ വഴിനീളെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. ഇനി ഈ സാന്ദ്രയും ഒരു കൊച്ചിനെ എടുത്തോണ്ട് വഴിനീളെ തെണ്ടിത്തിരിഞ്ഞ് നടക്കരുത്. അയ്യോ എൻ്റെ മൂഡ് കളയല്ലേ അമ്മേ, ഞാൻ ഇവളെ അങ്ങനൊന്നും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവളെൻ്റെ മനസ്സ് കീഴടക്കിയമ്മേ. അമ്മ ഫോണൊന്ന് വെച്ചേമ്മേ അങ്ങോട്ട് എന്നും പറഞ്ഞ് ദീപക്ക് ഫോൺ കട്ട് ചെയ്യുവാണ്. അംബിക അവിടെ നിന്നുകൊണ്ട് ഓർക്കുക, ഇവനെ എന്ത് കാര്യത്തിനാണോ ഏൽപ്പിച്ചു വിട്ടത് അതൊന്നും ചെയ്യാതെ വേറെന്തൊക്കെയോ ചെയ്യുന്നു. ദൈവമേ, ഇങ്ങനെ ഒരുത്തനെയാണല്ലോ എനിക്ക് മകനായിട്ട് കിട്ടിയത്. ദീപക് അങ്ങനെ പെട്ടെന്ന് സാന്ദ്രയുടെ അടുത്തോട്ട് വന്നിട്ട് പറയുക, ഞാൻ എല്ലാ കാര്യത്തിലും സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അതുകൊണ്ട് ഞാൻ ഒരേ ഒരു ചോദ്യം ചോദിക്കുന്നു, സാന്ദ്രയ്ക്ക് എന്നെ ഇഷ്ടമാണോ? സാന്ദ്ര ഉള്ളിൽ സന്തോഷത്തോടെ തന്നെ നിൽക്കുവാണ്. ഇത്രയും വലിയൊരു പണക്കാരനെയല്ലേ കിട്ടാൻ പോകുന്നത്. സാന്ദ്ര എന്ത് പറയണമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ രാജു അങ്ങോട്ട് ബൈക്കിൽ വരുവാണ്. ദീപക് സാന്ദ്രയായിട്ട് രാത്രിയിൽ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തോ പന്തികേടാണെന്ന് രാജുവിന് മനസ്സിലായി. ദീപക് ഉടനെ സാന്ദ്രയോട് പറയുക, വേണ്ട വരുന്ന ഡ്രൈവറുടെ മകൻ. ഡ്രൈവറുടെ മകനോ? ആ വരുന്നവനുണ്ടല്ലോ ഒരലവലാതി ഡ്രൈവറുടെ മോനാ. രാജു അടുത്തോട്ട് വന്നിട്ട് ദീപക്കിനോട് ചോദിക്കുന്നു, എന്താടാ പബ്ലിക് പ്ലേസിലൊരു ചുറ്റിക്കളി? ഒന്നും അറിയാത്തവനെ പോലെ ദീപക് ചോദിക്കുന്നു, ചുറ്റിക്കളിയോ? അതേടാ, ഇത് നിന്റെ സ്ഥിരം തൊഴിലാണല്ലോ. അത് ഞാനങ്ങ് മറന്നുപോയി ദീപക്കേ. ഒന്നും മനസ്സിലാകാതെ സാന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ദീപക്കിൻ്റെ തോളിലോട്ട് കൈവച്ചിട്ട് രാജു പറയുന്നു, നീ ഇങ്ങോട്ട് വന്നേടാ. അങ്ങനെ ദീപക്കിനെ മാറ്റി നിർത്തിയിട്ട് രാജു ചോദിക്കുന്നു, നിന്റെ തനി സ്വഭാവം എന്താണെന്ന് ഞാൻ ആ സാന്ദ്രയോട് പറയട്ടേടാ. നീ വർമ്മ സാറിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ആ പാവം പെൺകുട്ടിയെ പിഴപ്പിച്ചതും അവളെ തന്നെ വിവാഹം കഴിച്ചതും ഒരു കൊച്ചുള്ള കാര്യമൊക്കെ, നീ ഒരു കുട്ടിയുടെ അച്ഛനാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയട്ടെ? അത് കേട്ട് ദീപക് പറയാ, പോയി പറഞ്ഞോ, അതിന് എനിക്കെന്താ, എനിക്ക് അവളുമായിട്ട് പ്രണയമൊന്നുമില്ല, ഞങ്ങൾ വെറും സുഹൃത്തുക്കളാണ്. അപ്പോൾ സാന്ദ്ര അവരുടെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നു, എക്സ്ക്യൂസ് മീ, എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാൻ പോയിക്കോട്ടെ എന്നും പറഞ്ഞ് സാന്ദ്ര അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പെട്ടെന്ന് സാന്ദ്രയുടെ പുറകെ പോകാനൊരുങ്ങിയ ദീപക്കിനെ രാജു പിടിച്ചവിടെ നിർത്തുവാണ്. നീ അവിടെ നിൽക്കടാ, നീ വീട്ടിലോട്ട് ചെല്ലുമ്പോഴേ ഒന്ന് സൂക്ഷിച്ചൊക്കെ പൊയ്ക്കോണം. ഞാൻ ഈ നടന്ന കാര്യങ്ങളൊക്കെ വർമ്മ സാറിനെ വിളിച്ച് പറയാൻ പോവുക. അതിനെന്താ, നീ വിളിച്ച് പറഞ്ഞോ, അയാളെന്താ എന്നെ മൂക്കി കയറ്റി മാനത്ത് വിടുവോ? നീ ഒന്ന് പോടാ അവിടുന്ന് എന്ന് രാജുവിനോട് പറഞ്ഞിട്ട് ദീപക് വണ്ടി സ്റ്റാർട്ട് ചെയ്തങ്ങ് പോവുകയാണ്. അങ്ങനെ രാജു വീട്ടിൽ വന്നിട്ട് ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. ഹൃതിക മേഡത്തിനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു, എന്നാലും ഒരു ചെറിയ വിഷയവും പറഞ്ഞ് എന്നോട് ഇങ്ങനെ പിണങ്ങി നടക്കുവാണല്ലോ ഹൃതിക മേഡം എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ജയൻ അതുവഴി പോകുന്നുണ്ട്. ജയൻ കാണുന്നുണ്ട് രാജു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. എൻ്റെ അളിയൻ വലിയ ടെൻഷനിലാണല്ലോ ഇരിക്കുന്നത്, എന്താണെന്നൊന്ന് തിരക്കിക്കളയാം. ഇനി ടെൻഷൻ മൂത്ത് അളിയൻ വല്ല കടുങ്കയങ്ങാനും ചെയ്താലോ? അങ്ങനെ അളിയാനെ വിളിച്ചുകൊണ്ട് ജയൻ രാജുവിൻ്റെ അരികിലേക്ക് വരുവാണ്. അളിയൻ എന്താ പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വന്ന് ഇവിടെ തന്നെ അങ്ങ് ഇരുന്നത്? ഏയ് അതൊന്നുമില്ല അളിയ എന്നിങ്ങനെ രാജു പറഞ്ഞു കേട്ടിട്ട് ജയൻ പറയുക, അതൊന്നുമല്ല അളിയ. ഒന്നുമില്ലെന്നൊക്കെ പറയുന്നത് ഒരു വലിയ നുണ തന്നെ. ഞാൻ ഈ ബൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ, ആ തള്ളയോടെ നടന്ന് എൻ്റെ വായെല്ലാം തെറ്റിപ്പോവാ. സൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും എനിക്ക് കോമൺ സെൻസ് ഇല്ലെന്ന് അളിയൻ കരുതരുത്. ഞാൻ 2-3 ദിവസം കൊണ്ട് അളിയനെ ശ്രദ്ധിക്കുന്നുണ്ട്. അളിയൻ എന്തോ ടെൻഷനുണ്ട്. അളിയനും ഋതുമോളും തമ്മിൽ എന്താ പ്രശ്നം? ഞങ്ങൾ തങ്ങളിൽ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല അളിയ. അളിയൻ കള്ളം പറയരുത്. നമ്മൾ അന്യരൊന്നും അല്ലല്ലോ അളിയ. ഞാൻ അളിയൻ്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചേട്ടൻ. ചില പ്രശ്നങ്ങളൊക്കെ പ്രിയപ്പെട്ടവരോട് ചർച്ച ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സമാധാനപ്പെടുത്താനെങ്കിലും കഴിയുമല്ലോ. ഞാൻ വീണ്ടും അളിയനോട് ചോദിക്കുക, അളിയനും ഹൃദയമോളും തമ്മിൽ എന്താ പ്രശ്നം?
അതളിയ പ്രശ്നമൊന്നുമില്ല, ഒരു ചെറിയ സൗന്ദര്യപ്പണക്കം അത്രേ ഉള്ളോ അളിയ, അതൊക്കെ വിട്ടുകളയളിയ. ചില സമയത്ത് ഈ ഭാര്യമാരെന്ന് പറയുന്ന വർഗത്തിന് വകതിരിവേ ഉണ്ടാവില്ല. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം പറയും. എന്നോട് ദേഷ്യമുള്ളപ്പോൾ പ്രിയേ, ഈ ലോകത്ത് നടക്കുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ ഞാനാണെന്ന് വരെ പറയും. ഇപ്പോൾ അറബിക്കടലിൽ ന്യൂനമർദ്ദം ഏർപ്പെട്ട് ചുഴലിക്കാറ്റുണ്ടാകട്ടെ, എന്നോട് വഴക്കിടുമ്പോൾ പ്രിയ പറയും അതിന് ഉത്തരവാദി ഞാൻ തന്നെയാണെന്ന്. സത്യം പറഞ്ഞാലുണ്ടല്ലോ അളിയ, ഒരു പെങ്കോന്തനായെങ്കിൽ മാത്രമേ ഈ ദാമ്പത്യ ബന്ധത്തിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ പുറത്തൊക്കെ നമ്മൾ വലിയ ആളുകളായിരിക്കും, പക്ഷേ ഭാര്യയുടെ മുന്നിൽ മാത്രം നമ്മൾ വലിയ ആളാകണ്ട. ഈ ഭർത്താവെന്ന് വെച്ചാലേ ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊരർത്ഥം കൂടി ഉണ്ട്. മറ്റു പെണ്ണുങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഋതുമോൾ എത്ര പാവവാ. അളിയനോടുള്ള ഇഷ്ടം കൊണ്ട് ആ കൊച്ചി സൗന്ദര്യപ്പണക്കമൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് അളിയൻ അങ്ങ് ക്ഷമിച്ചേക്ക്. ഈ ക്ഷമയും വിട്ടുവീഴ്ചയും മാത്രമാണ് ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ വ്യക്തിത്വം എന്നൊരു കാര്യമുണ്ടല്ലോ, അതെടുത്തങ്ങ് വെളിയിലോട്ട് എറിഞ്ഞേക്കണം. ഈ അഭിപ്രായ സ്വാതന്ത്ര്യമേ അരുത്. മാരേജ് ലൈഫിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാനിതൊക്കെ അളിയനോട് പറയുന്നത്. ഞാൻ അളിയനൊരു അഡ്വൈസ് തരാം. ഈ ബെഞ്ചമിൻ നെഞ്ചിമല എഴുതിയ ദാമ്പത്യ ജീവിതം എങ്ങനെ രസകരമാക്കാം എന്നെഴുതിയ 10 വഴികളുള്ള ഒരു പുസ്തകം അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതെൻ്റെ കയ്യിലുണ്ട്, ഞാനത് അളിയന് തരാം. അത് കേട്ട് രാജി പറയാം, അയ്യോ എനിക്കങ്ങനെ പുസ്തകമൊന്നും വേണ്ട. എൻ്റെ അളിയ, ആ പുസ്തകത്തിലെ ബെഞ്ചമിൻ ഇഞ്ചിമല എഴുതിയ ഒരു നിർദ്ദേശമുണ്ട്, അത് ഞാൻ അളിയന് പറഞ്ഞു തരാം. ഭാര്യയായിട്ട് സംസാരിക്കുമ്പോഴുണ്ടല്ലോ, 2 ചെവികളിലും കുറച്ച് പഞ്ഞി ഇങ്ങനെ തിരികെ വെച്ചോണം. ഭാര്യ എന്ത് പറഞ്ഞാലും ചിരിച്ചോണ്ട് എസ് എസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ജയൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തിരിഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് പെട്ടെന്ന് രാജു അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോയി. ജയൻ ഇതൊട്ട് അറിയുന്നതുമില്ല. പെട്ടെന്ന് ജയൻ തിരിഞ്ഞു നോക്കുമ്പോൾ രാജുവിനെ കാണുന്നില്ല. അയ്യോടാ, അളിയൻ എഴുന്നേറ്റങ്ങ് പോയോ? ഈ സമയത്ത് പ്രതാപൻ റോഡിൽ കാറ് നിർത്തിയിട്ടിട്ട് പാർട്ടി പ്രവർത്തകരോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഒരു ജില്ലയിൽ മാത്രം അഴിച്ചുപണി നടത്തിയാൽ പോരാ, 14 ജില്ലയിലും അത് വേണം. 14 ജില്ലയിലും തിരഞ്ഞെടുപ്പ് നടത്തണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബൈക്കിൽ ദീപക് അതുവഴി വരുന്നുണ്ട്. പ്രതാപൻ അവിടെ നിൽക്കുന്ന കണ്ട് ടെൻഷനോട് ദീപക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വരുമ്പോൾ പ്രതാപൻ പെട്ടെന്ന് എടാ അവിടെ നിൽക്കടാ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ദീപക് പെട്ടെന്ന് ബൈക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട്, ദൈവമേ, ആ രാജി വിളിച്ച് അമ്മാവനോട് പറഞ്ഞ ലക്ഷണമുണ്ടല്ലോ, മുഖത്താകെ ദേഷ്യമാണല്ലോ, എന്തു ചെയ്യും? ചെന്ന് ആദ്യം തന്നെ അങ്ങ് ക്ഷമ പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ദീപക് പ്രതാപൻ്റെ അടുത്തോട്ട് വരുവാണ്. വല്യമ്മാവൻ എനിക്ക് മാപ്പ് തരണം, ഒരു തെറ്റ് പറ്റിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. പ്രതാപൻ ചോദിക്കുന്നു, തെറ്റ് പറ്റിയെന്നോ? എന്ത്? അപ്പോഴാണ് ദീപക്കിന് അബദ്ധം മനസ്സിലായത്. രാജു ഒന്നും വിളിച്ച് പറഞ്ഞിട്ടുമില്ല, അമ്മാവനൊന്നും ഒട്ടും അറിഞ്ഞിട്ടുമില്ല. ഇനി വീണെടുത്ത് കിടന്ന് ഉരുളാനേ മാർഗമുള്ളൂ. പറയടാ, നീ എന്തൊളിപ്പിച്ച് വെച്ചിട്ടാടാ നീ എന്നോട് മാപ്പ് ചോദിച്ചത്? അത് വല്യമ്മാവിൻ്റെ കാറിൻ്റെ ബ്രേക്ക് ലൈറ്റ് പുറകിലത് പൊട്ടിയത് എൻ്റെ ബൈക്ക് മുട്ടിയിട്ടാ. അത് കേട്ടിട്ട് പെട്ടെന്ന് പ്രതാപൻ ദീപക്കിനെ ചെവിക്ക് പിടിച്ച് തിരിക്കുവാണ്. എടാ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിങ്ങിലായിരിക്കണം ശ്രദ്ധ, മനസ്സിലായോടാ എന്നും പറഞ്ഞ് ശരിക്കും ചെവിക്ക് പിടിച്ച് തിരികുവാണ്. അവിടെ നിൽക്കുന്നവരൊക്കെ ചിരിക്കുന്നുമുണ്ട്. വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ട് അവൻ പറയുന്നുണ്ട്, വല്യമ്മാവ എന്നോട് ക്ഷമിക്ക്. അങ്ങനെ പ്രതാപൻ കൈയെടുക്കുന്നുണ്ട് ചെവിയിൽ നിന്ന്. അങ്ങ് പൊയ്ക്കോടാ അവിടുന്ന്. അങ്ങനെ പെട്ടെന്ന് ദീപക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പ്രതാപൻ വീണ്ടും രാഷ്ട്രീയ പ്രവർത്തകരോട് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. രാധമ്മയും പ്രിയയും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പ്രിയ ഇങ്ങനെ രാധമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട്. രാധമ്മ എന്തോ ഓർത്തിങ്ങനെ വിഷമത്തിലാണെന്ന്. പ്രിയ ചോദിക്കുന്നു, എന്താ അമ്മ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ രാജുവിൻ്റെയും ഋതുമോളുടെയും കാര്യം ആലോചിച്ച് ഇങ്ങനെ ഇരുന്നു പോയതാ. മോളെ, അവർ തമ്മിൽ അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ? ഏയ്, അങ്ങനെയൊന്നും ഇല്ലമ്മേ. ഇതൊരു സാധാരണ സൗന്ദര്യപ്പണക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ രാജുവിനെയും ഋതുമോളെയും നമുക്കറിയാവുന്നതല്ലേ അമ്മേ. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ അങ്ങ് പരിഹരിച്ചോളൂ. അപ്പോൾ ഋതിയെ അങ്ങോട്ട് വരുന്നത് കണ്ടിട്ട് പ്രിയ പറയുന്നുണ്ട്, എൻ്റെ ഋതുമോൾ വരുന്നുണ്ട്, അമ്മ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. അതെങ്ങനെയാ മോളെ, നമ്മളിതൊക്കെ ചോദിച്ചൊന്ന് അറിയണ്ടേ? അല്ലാതെ ഇതങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് അത്ര ശരിയല്ല. ഋതിക അടുക്കളയിലോട്ട് വന്നിട്ട് ചോദിക്കുന്നു, രാധമ്മ എന്നെ ചപ്പാത്തിയും കറിയുവാണോ? ഞാൻ ഇങ്ങോട്ട് വരാൻ അല്പം താമസിച്ചു പോയി. താമസിച്ചിട്ടൊന്നുമില്ല ഋതിക മോളെ, ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പ്രിയ പറയുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി ഞാൻ പരത്താം എന്നിങ്ങനെ ഋതിക പറയുന്നുണ്ട്. അതാ നല്ലത്, ഞാൻ പരത്തിയ പല ആകൃതിയിലായി പോകും. അങ്ങനെ ഋതിക ചപ്പാത്തി പരത്തുമ്പോൾ രാധമ്മ പറയുന്നുണ്ട്, ആ സമയം കൊണ്ട് അവൾക്ക് പോയി ജയനോട് എന്തെങ്കിലും വഴക്കിടാവല്ലോ.
അതിന് വഴക്കിടുന്ന ഞാനാണോ അമ്മേ? ജയേട്ടനല്ലേ? അത് കേട്ട് രാധമ്മ പറയുന്നു, ഈ കല്യാണം കഴിക്കുന്ന വഴക്കിടാൻ വേണ്ടിയാണോ? ഓ, അമ്മ വഴക്കുണ്ടാക്കാത്ത ഒരാള്, എന്നിട്ട് എത്ര നാളാ എൻ്റെ അച്ഛനെ മുള്ളാണിയിലമ്മ നിർത്തിയിരുന്നത്? ഹൃതിയെ അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്, ഇത് ഞാനും രാജുവും തമ്മിലുള്ള പിണക്കത്തെക്കുറിച്ചാണല്ലോ ഇവർ സംസാരിക്കുന്നത്, അതിനുവേണ്ടി ഇങ്ങനൊരു സബ്ജക്റ്റ് എടുത്തിട്ടിരിക്കുവാണ് എന്നൊക്കെ ഇങ്ങനെ ഹൃതിയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. രാധമ്മ പറയുക, ഞാനും വേണുവേട്ടനും തമ്മിൽ വഴക്കുണ്ടായി എന്നുള്ളത് നേര് തന്നെയാ. അതിന് രണ്ടു കൂട്ടർക്കും ഒരു കാരണവും ഉണ്ടായി. അത് പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വഴക്ക് അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ സമയം അടുക്കളയിലോട്ട് വന്ന രാജു ഹൃതികയെ അവിടെ കണ്ടിട്ട് പെട്ടെന്ന് തിരിഞ്ഞു പോകാൻ ഒരുങ്ങുന്നത് രാധമ്മ കണ്ടിട്ട്, രാജു അവിടെ നിന്നേ, നീ എന്താ വന്നിട്ട് തിരിച്ചു പെട്ടെന്നങ്ങ് പോയത്? ഒന്നുമില്ലമ്മേ, നിങ്ങൾ തിരക്കിട്ട ജോലിയിലല്ലേ, അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതിയതാ. പ്രിയ രാജുവിനെയും ഹൃതിയെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയത്ത് രാധമ്മ ചോദിക്കും, നീ ഋതുമോളോട് പിണക്കമാണോടാ? എനിക്കാരോടും പിണക്കമൊന്നും ഇല്ലമ്മേ, എല്ലാവർക്കും എന്നോടാ പിണക്കം. അത് കേട്ട് പ്രിയ ചോദിക്കുക, ഈ എല്ലാവരും ആരാ? ഉടനെ ഹൃതിയെ പറയുക, ഈ എല്ലാവരും എന്ന് പറഞ്ഞത് എന്നെയാ. രാധമ്മയ്ക്കറിയാമല്ലോ ഈ വഴക്കും പിണക്കവും ഒന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന്. രാജുവിനെ എന്നോട് പിണക്കം, എന്ത് പറഞ്ഞാലും വഴക്കും പിണക്കവാ, സ്നേഹത്തോടൊരക്ഷരം പോലും എന്നോട് മിണ്ടത്തില്ല. അത് കേട്ട് രാജു അമ്പരപ്പട, ദേ മേഡം, വേണ്ട, നുണ പറയരുത് കേട്ടോ. ഞാൻ നുണയൊന്നുമല്ല രാധമ്മയെ പറയുന്നത്, ഈ രാജു ആ നുണ പറയുന്നത്. അപ്പോൾ രാധമ്മ പറയാം, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഈ വഴക്കിന് എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ, എന്താ കാരണം അതെന്നോട് പറ. അത് കേട്ട് ടെൻഷനോടുകൂടി എന്തു പറയണമെന്നറിയാതെ രാജു ഹൃതിയെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവും ഹൃതിയും എന്തായിരിക്കും പറയാൻ പോകുന്ന മറുപടി? ദീപക്കിന്റെ വലയിൽ സാന്ദ്ര വീഴുമോ? സാന്ദ്രയിൽ നിന്നും ഹൃതിയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ദീപക്കും അംബികയും ചോർത്തിയെടുക്കുമോ? ഇനി ദീപക്കും അംബികയും പത്മാവതിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാണ് പ്രതാപനെയും ഹൃതികയും തെറ്റിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങളുമായി അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.